പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ വഴിത്തിരിവ് അഞ്ജനയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. കമ്മീഷണറുടെ വാണിംഗ് ലഭിച്ചതിനെ തുടർന്ന് PK നിലയത്തിലേക്ക് ജോസഫ് എത്തുകയും അവിടെ വെച്ച് മല്ലികയെ ചെന്ന് കാണുകയും ചെയ്യുന്നു. മല്ലികയോട് ജോസഫ് അഞ്ജനയ്ക്ക് കമ്മീഷണറുടെ അടുത്തുള്ള സ്വാധീനത്തെ കുറിച്ച് അറിയാമല്ലോ എന്ന് ചോദിക്കുന്ന ജോസഫ് കമ്മീഷണറോട് വളരെ റഫായിട്ടാണ് അഞ്ജന വന്ന് പെരുമാറിയത് എന്നും സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ കമ്മീഷണർ തന്നോട് ഭാസ്കരനെ ചെന്ന് കണ്ട് മാപ്പ് പറയണമെന്നും അത് അഞ്ജനയുടെ മുന്നിൽ വെച്ചാകണം എന്നും വ്യക്തമാക്കുകയും അത് ചെയ്തില്ല എങ്കിൽ തന്റെ ജോലി പോകുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് കമ്മീഷണർ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വ്യക്തമാക്കുന്ന മല്ലിക ഇതിന് പ്രതിഫലമായി താൻ ഒരു പെർമനന്റ് ജോലി തന്റെ കമ്പനിയിൽ നൽകാമെന്നും ആയുഷ്കാലം കൃത്യമായ ഒരു തുക നൽകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ഭാസ്കരന്റെ അടുത്തേക്ക് ചെല്ലുന്ന മല്ലിക താൻ പ്രഷർ ചെലുത്തിയതിനെ തുടർന്ന് ഭാസ്കരനെ തല്ലിയ ഓഫീസർ ഇവിടെ വന്ന് മാപ്പ് പറയാൻ തയ്യാറായിട്ടുണ്ട് എന്നും ഇല്ലെങ്കിൽ താൻ അയാളുടെ ജോലി തെറിപ്പിച്ചേനെ എന്നും മല്ലിക വ്യക്തമാക്കുന്നു. ഇതേ തുടർന്ന് മാപ്പ് പറയുന്നതിനായി ജോസഫ് വരുന്നു. അവിടേക്ക് അഞ്ജന വരുന്നുവെങ്കിലും അഞ്ജനയുടെ സാന്നിധ്യത്തിൽ മാപ്പ് പറയാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് ജോസഫ് വ്യക്തമാക്കുന്നു. പക്ഷെ അതിന് തനിക്ക് സമയമില്ല എന്നും കുട്ടിയെ ഉടൻ തന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നും ഒരാഴ്ച കഴിഞ്ഞതിനു ശേഷം തന്നെ ഫോൺ വിളിക്കുകയാണ് എങ്കിൽ താൻ സമയം പറയാമെന്നും വ്യക്തമാക്കി അഞ്ജന പോകാനൊരുങ്ങുന്നുവെങ്കിലും അഞ്ജനയെ ഞെട്ടിച്ചുകൊണ്ട് അച്യുതൻ അവിടേക്ക് കയറി വരുന്നു. ഇതേ തുടർന്ന് കോടതി വിധിയുടെ സഹായത്താൽ കുഞ്ഞിനെ കൊണ്ടുപോകണം എന്നുള്ള ആവശ്യം അയാൾ ഉന്നയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ജോസഫ് ഇടപെടുകയും നിയമങ്ങളുടെ കാര്യം താൻ പറയാതെ തന്നെ അഞ്ജനയ്ക്ക് അറിയാമല്ലോ എന്ന് ചോദിക്കുന്ന അയാൾ അതുകൊണ്ട് തന്നെ കുട്ടിയെ വിട്ടുകൊടുക്കുന്നതാണ് നല്ലത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതിനിടയിൽ മല്ലിക അനുമോളെ രക്ഷിക്കുന്നതിനായി താൻ ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യാം എന്ന് അനുമോളോടും വ്യക്തമാക്കുന്നു. എന്നാൽ ഇതേ തുടർന്ന് അച്യുതൻ കുട്ടിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ അവിടേക്ക് ഷാജി കയറി വരികയും ബലം പ്രയോഗിച്ച് കുട്ടിയെ പിടിച്ചു വാങ്ങുകയും തന്നെ എതിർക്കാൻ നിൽക്കരുത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഷാജിയുടെ കാര്യങ്ങൾ ജോസഫ് പറയാൻ ശ്രമിക്കുന്നുവെങ്കിലും അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ തന്റെ സഹോദരിയുടെ കുട്ടിയാണ് ഇതെന്ന് വ്യക്തമാക്കി ഷാജി അവരെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയും ഇതേ തുടർന്ന് അഞ്ജനയോട് കുട്ടിയെ രക്ഷിക്കുന്നതിനായി എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണമെന്നും നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അറിയുന്നതിന് വേണ്ടി കമ്മീഷണറെ ചെന്ന് കണ്ട് സംസാരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ കമ്മീഷണർ ഓഫീസിലേക്ക് ചെല്ലുന്ന അഞ്ജന കാര്യങ്ങൾ സംസാരിച്ചതിനെ തുടർന്ന് കോടതി വന്നതിനെ തുടർന്ന് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന കമ്മീഷണർ നിയമപരമായി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നും മനസ്സിലാക്കണം എന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം തിരിച്ചറിയുന്നത് അഞ്ജനയ്ക്ക് തിരിച്ചടിയാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.